ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് കുഞ്ഞു ടിപ്സൊക്കെയാണ് ഷെയർ ചെയ്തിട്ടുള്ളത്. ആദ്യം തന്നെ നമ്മളെ ചീർപ്പൊക്കെ എങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് ആ എണ്ണമെഴുക്കൊക്കെ കളഞ്ഞെടുക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് ഞാനിപ്പോൾ കുറച്ച് പൗഡർ അതിലിട്ടിട്ട് ഒരു ബ്രഷ് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഉരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നല്ല ക്ലീനായി കിട്ടും, എണ്ണമെഴുക്കൊക്കെ പോയിട്ട് നല്ല പുതിയ ചീർപ്പ് പോലെ ആക്കിയെടുക്കാൻ പറ്റും. അടുത്തതായിട്ട് നമ്മളെ ഷൂ ഒക്കെ മഴക്കാലമാണെങ്കിലും അല്ലാത്ത സമയമാണെങ്കിലും ഒരു ബാഡ് സ്മെല്ലുണ്ടാവും. അതുപോലെ തന്നെ അതിൽ ഇഴജന്തുക്കളൊക്കെ കയറി ഇരിക്കാറൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് പേടിയുള്ളൊരു കാര്യമല്ലേ. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്മെല്ലുകൊണ്ട് അതിനകത്തേക്ക് ഇഴജന്തുക്കളൊന്നും കയറുമില്ല, ഷൂ നല്ലൊരു സ്മെല്ലുണ്ടാവുകയും ചെയ്യും. അടുത്തതും പൗഡർ വെച്ചിട്ടുള്ള നല്ലൊരു ടിപ്പാണ്. ഞാനിപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് പൗഡർ എടുത്തിട്ടുണ്ട്. ആ പൗഡറിലേക്ക് കുറച്ച് ടൂത്ത് പേസ്റ്റ് കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് രണ്ടും കൂടി നന്നായിട്ട് തന്നെ വെള്ളമൊന്നും കൂട്ടേണ്ട ആവശ്യമില്ല, രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് സ്വിച്ച് ബോർഡ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് പുകയും പൊടിയൊക്കെ പിടിച്ചിട്ട് ഒരു കളറൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് തന്നെ പുകയൊക്കെ പിടിച്ച് വേറെ ഒരു കളറായിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ആ ഒരു പേസ്റ്റ് ഒരു ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് ഉരച്ചു കൊടുത്താൽ നല്ല പുതിയ സ്വിച്ച് ബോർഡ് പോലെ ആയി കിട്ടും. അപ്പോൾ വെള്ളം കൊണ്ടൊന്നും നമ്മൾ ചെയ്യുന്നത് അത്ര സേഫ് അല്ലല്ലോ, അപ്പോൾ എല്ലാവർക്കും പേടിയുള്ളൊരു കാര്യമാണ്. അപ്പോൾ എല്ലാവരും നല്ല ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല, ആ ഒരു പേസ്റ്റ് വെച്ചിട്ട് നന്നായി ഉരച്ചു കൊടുത്തതിന് ശേഷം ഒരു തുണി വെച്ചൊന്ന് തുടച്ചെടുത്താൽ മതി. അപ്പോൾ നല്ല പുതിയ സ്വിച്ച് ബോർഡ് പോലെ ആയി കിട്ടും. അപ്പോൾ ഒരു ഭാഗം നന്നായിട്ട് തന്നെ ക്ലീനായി പുതിയ സ്വിച്ച് ബോർഡ് പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ളത് കൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇതാ കണ്ടല്ലോ, പുതിയൊരു സ്വിച്ച് ബോർഡ് പോലെ ആയിട്ടുണ്ട്. ആ പുകയും പൊടിയൊക്കെ പോയിട്ട് നല്ല വൈറ്റ് കളറായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പേസ്റ്റ് നമ്മൾ ബാക്കി കളയണ്ട. എല്ലാവരും ചുമരൊക്കെ ക്ലീൻ ചെയ്യുന്ന തിരക്കിലൊക്കെ ആവുമല്ലോ. അപ്പോൾ നമ്മൾ ഒരുപാട് പണിപ്പെട്ട് ചുമര് ക്ലീൻ ചെയ്യുന്നതിന് പകരം ഈ ഒരു പേസ്റ്റ് വെച്ചിട്ട് ക്ലീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്ലീനായി കിട്ടും, കറകളൊക്കെ പെട്ടെന്ന് തന്നെ പോയി കിട്ടും. അപ്പോൾ ആ ഒരു കറയുള്ള ഭാഗത്തൊക്കെ ഒന്ന് വരച്ചു കൊടുത്തതിന് ശേഷം ഒരു നനഞ്ഞ തുണി വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പെയിൻ്റ് അടിച്ച പോലെ തന്നെ നല്ല വൃത്തിയായിട്ട് കിട്ടും. അപ്പോൾ പെയിൻ്റൊന്നും ഇളകി പോകുന്നില്ല, നല്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അടുത്തതായിട്ട് സ്റ്റെയർ കേസിൻ്റെ സ്റ്റീൽ ഹാൻഡ് ആണെങ്കിൽ അത് നമുക്ക് നല്ല ഈസി ആയിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ അതിൽ ചിലപ്പോൾ തുരുമ്പിൻ്റെ കറകളും അതുപോലെ കുട്ടികളൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് വേറെ ഒരു കളർ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഒരു പഴകിയ കളറാവും, അത് ഒരു തിളക്കമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ അത് വീണ്ടും എടുക്കാൻ വേണ്ടിയിട്ട് അധികം പണിയൊന്നുമില്ല, നമുക്ക് ഈസി ആയിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് നമുക്ക് കുറച്ച് വൈറ്റ് സിമെൻ്റ് ആണ് വേണ്ടത്. അപ്പോൾ വൈറ്റ് സിമെൻറ്റ് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അത് കുറച്ച് നമ്മൾ എന്തിനെങ്കിലുമൊക്കെ ആവശ്യത്തിന് കൊണ്ടുവന്നാൽ അതിന് കുറച്ച് എടുത്ത് വെച്ചാൽ മതി. വേറെ ഒന്നും വേണ്ട. നമ്മൾ ഈ ഒരു സ്റ്റീൽ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടൊന്നും ഒരിക്കലും ക്ലീൻ ചെയ്തെടുക്കരുത്. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് വൈറ്റ് സിമെൻറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇത് ബാക്കി വന്നിട്ടുള്ളത് ഞാൻ എടുത്ത് വെച്ചതാണ്. അപ്പോൾ അത് വെച്ചിട്ട് ചെയ്താൽ നല്ല അടിപൊളിയായിട്ട് തന്നെ തിളക്കമുണ്ടാവും. അപ്പോൾ അത് ഇവിടെ സ്റ്റെയർ കേസിൻ്റെ ജോലിക്ക് വന്ന ഒരാൾ പറഞ്ഞു തന്നതാണ് കേട്ടോ. അപ്പോൾ അതുപോലെ ചെയ്ത് നോക്കിയപ്പോൾ നല്ല പുതിയതുപോലെ തന്നെ ഉണ്ട്. അപ്പോൾ അത് ഞാനിപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ചെടുത്തിട്ട് നല്ലൊരു കോട്ടൻ്റെ തുണിയോ അല്ലെങ്കിൽ ടിഷ്യോ, കോട്ടൻ്റെ തുണിയാണ് ഏറ്റവും നല്ലത്. ടിഷ്യൂ ആകുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പൊട്ടിപ്പോകില്ലേ. അപ്പോൾ ഒരു കോട്ടൻ്റെ തുണി എടുത്തിട്ട്
ഇതുപോലെ കറയുള്ള ഭാഗത്ത് അതുപോലെ തന്നെ തുരുമ്പെടുത്ത ആ ഭാഗത്തൊക്കെ നന്നായി ഉരച്ചു കൊടുക്കുക. അപ്പോൾ ആ കോട്ടൺ തുണി വെച്ചിട്ട് കുറച്ച് വൈറ്റ് സിമെൻറ്റോട് നന്നായിട്ട് ഉരച്ചു കൊടുത്താൽ നമ്മൾ ആ ഒരു സ്റ്റെയർ ഹാൻഡിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ തിളങ്ങി കിട്ടും കേട്ടോ. അപ്പോൾ കുറച്ച് നമ്മൾ അധികം തുരുമ്പെടുത്തതൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചധികം ഉരച്ചെടുക്കേണ്ടി വരും. അപ്പോൾ കുട്ടികളുടെ വീട്ടിലാണെങ്കിൽ എന്തായാലും ഇതുപോലെ സ്റ്റെയർകേസിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ നന്നായിട്ട് അഴുക്ക് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ നന്നായിട്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. കുറച്ച് വൈറ്റ് സിമെൻറ്റ് മാത്രം മതി. അത് വെച്ചിട്ടൊരു കോട്ടൺ തുണി കൊണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് തുടച്ചെടുക്കാം. നന്നായി ഉരച്ചു കൊടുത്താൽ നല്ലൊരു പോളിഷ് ചെയ്ത പോലെ നല്ല അടിപൊളി സ്റ്റീലായി കിട്ടും കേട്ടോ. കണ്ടോ നിങ്ങൾ ആ ഒരു സ്റ്റീലിൻ്റെ മാറ്റം. വീഡിയോയിൽ എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല, പക്ഷേ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് അറിയുന്ന ടിപ്സുകളും കാര്യങ്ങളൊക്കെ കമൻസിലൂടെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. താങ്ക്